ആറന്മുളയിൽ വീണ ജോർജിനെ മത്സരിപ്പിക്കേണ്ടത് CPM-ന്റെ ആവശ്യമാണോ അതേ മുഖ്യമന്ത്രിയുടെ ആവശ്യമാണോ? എന്ത് തോന്നുന്നു? അല്ല, രണ്ടാണെങ്കിലും ശരി, വീണ ജോർജ് അവിടെ ഇട്ട നിലയിൽ പൊട്ടുമെന്നൊക്കെയാണ് നിലവിൽ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം പറയുന്നത്. കാരണം വീണ ജോർജ് അല്ലാതെ മറ്റാരെയും അവിടെ മത്സരിപ്പിക്കേണ്ടതില്ല, കുഴപ്പമില്ല, വീണ ജോർജ് തന്നെ മതി. മന്ത്രിമാർ മത്സര രംഗത്തേക്ക് വരുന്നുണ്ട്, സിറ്റിംഗ് MLA-മാർ മത്സര രംഗത്തേക്ക് വരുന്നുണ്ട്. അതേപോലെ നീണ്ട 5 വർഷം അവിടുത്തെ MLA ആയിരുന്ന ഒരാൾ കൂടെയാണല്ലോ വീണ ജോർജ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വീണ ജോർജ് തന്നെ മതി എന്നൊരു തീരുമാനത്തിലേക്കാണ് CPM എത്തുന്നത്. അപ്പോൾ അതിനകത്തിലെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീണ ജോർജിനെതിരെ വരാൻ പോകുന്ന പ്രതിപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി അതൊരു ശക്തമായ സ്ഥാനാർത്ഥിയെ തന്നെയാണ് നിർത്താൻ പോകുന്നത്. അതേപോലെ തന്നെ ഇപ്രാവശ്യം വീണ ജോർജ് 8 നിലയിൽ പൊട്ടും എന്നൊരു അവസ്ഥയിലേക്ക് കൂടെയാണ് എത്തുന്നത്. കാരണം ചേട്ടൻ, നമുക്കറിയാമല്ലോ, ഈ അടുത്ത കാലത്തായി പുറത്തേക്ക് വരുന്ന ആരോഗ്യ മേഖല സംബന്ധിച്ചിട്ടുള്ള വലിയധികം ഗുരുതര പിഴവുകളൊക്കെ ശ്രദ്ധേയമാകുന്ന അല്ലെങ്കിൽ വാർത്താ പ്രാധാന്യം ഏറുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പ്രതിഷേധം ചിലപ്പോൾ ജനങ്ങൾ വോട്ടിലൂടെ ആയിരിക്കും രേഖപ്പെടുത്താൻ പോകുന്നത്, അല്ലെങ്കിൽ ആ രീതിയിലേക്ക്. കാരണം ഒരു വിശ്വാസ്യത എത്തുന്ന രീതിയിൽ യാതൊരു അല്ലെങ്കിൽ അങ്ങനത്തെ പ്രതികരണങ്ങളൊന്നും മന്ത്രി വീണ ജോർജിന്റെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. അതേപോലെ തന്നെ വീണ ജോർജ് ചെയ്യുന്നതിനൊക്കെ കുടപിടിച്ച് നടക്കുന്ന ഒരു രീതിയാണ് ഈ പറയുന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ചെയ്തുകൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആറന്മുളയിൽ വലിയ രീതിയിൽ ഒരു പോരാട്ടത്തിന്റെ ഒന്നും ആവശ്യമില്ല. എളുപ്പത്തിൽ തന്നെ പ്രതിപക്ഷത്തിന് ജയിക്കാൻ പറ്റുമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ഒരു കോൺഫിഡൻസ് എന്ന് പറയും. ഈ ആറന്മുളയുമായിട്ട് ബന്ധപ്പെട്ട് മുൻപുണ്ടായിരുന്ന പ്രധാന ചർച്ചയായിരുന്നു ചാണ്ടി ഉമ്മന്റെ സഹോദരിയായിട്ടുള്ള ഉമ്മൻചാണ്ടിയുടെ മകളായിട്ടുള്ള മറിയ ഉമ്മനാണ് വീണ ജോർജ് മത്സരിക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് മത്സരിക്കാൻ പോകുന്നതെന്ന്. പക്ഷേ മറിയ ഉമ്മന്റെ ഭാഗത്തു നിന്നും അങ്ങനത്തെ സ്ഥിരീകരണങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. രാഷ്ട്രീയ രംഗത്തേക്ക് വരും എന്നതിന്റെ അപ്പുറത്തേക്കും അവർ അവരുടെ പേഴ്സണൽ ലൈഫായിട്ടും അല്ലെങ്കിൽ ഒരു ബിസിനസ് ലേഡി എന്ന രീതിയിൽ അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരാളാണ് മറിയ ഉമ്മൻ. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യവും നിലവിൽ നിൽക്കുന്നുണ്ട്. കാരണം വീണ ജോർജ് ആണ് മത്സരിക്കുന്നതെങ്കിൽ അത്രയും അധികം ശക്തമായിട്ടുള്ള മറ്റൊരു സ്ഥാനാർത്ഥിയെ തന്നെയാണ് പ്രതിപക്ഷം നിർത്താൻ പോകുന്നത്. കാരണം ജയസാധ്യതയുണ്ട്. അത് തന്നെയാണ് പ്രധാന വിഷയം ഈ പറയുന്ന ആറന്മുളയിലുള്ളത്. അത് ഒരു തോൽവിയായിരുന്ന മന്ത്രിയായി പോയി വീണ ജോർജ് എന്ന് പറയുന്നത്. അതിന് മുൻപുണ്ടായിരുന്ന ഇവർക്ക് മണ്ഡലത്തിൽ ഒരുപാട് അല്ലെങ്കിൽ അവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാകാം. പക്ഷെ അതിന്റെ അപ്പുറത്തേക്കും ഒരു ഇമേജ് മാറിപ്പോയി. അല്ലെങ്കിൽ മൊത്തത്തിൽ വീണ ജോർജ് എന്ന് പറയുന്ന മന്ത്രിയെ ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഈ ചികിത്സാ പിഴവ് മൂലം വിഷമിച്ചിരിക്കുന്ന ഒരുപാട് മുഖങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വീണ ജോർജിന് വലിയ കോൺഫിഡൻസ് ഇല്ല. വെറുതെ ചിലപ്പോൾ തോൽക്കാൻ വേണ്ടി ഒരു മന്ത്രിയെ ഇട്ട് കൊടുക്കുന്ന ഒരു അതില് എനിക്ക് തോന്നുന്നു, ഞാൻ പറഞ്ഞുതരാം. അതായത് ആറന്മുളയിൽ വീണ ജോർജ് ഇത് മൂന്നാമത്തെ തവണയാണ് മത്സരിക്കുന്നത്. ആദ്യത്തെ തവണ ഒരു തോറ്റു. അതായത് ആറന്മുള ഒരു കോൺഗ്രസ് മണ്ഡലമാണ്. അവിടെ ശിവദാസൻ നായരാണ് ഇതിനു മുമ്പ് ജയിച്ചിട്ടുള്ളത്. നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നാടാണ് ഈ പറയുന്ന പത്തനംതിട്ട. രാഹുൽ മാങ്കൂട്ടത്തിന് ഏറ്റവും അടുപ്പമുള്ള ഒരു സ്ഥലവും കൂടെയാണ് ഈ ആറന്മുള എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആറന്മുളയിൽ വീണ ജോർജിനെ തന്നെ നിർത്തി ജയിപ്പിക്കുന്നതിന് അത് പറയുന്ന വീണ ജോർജിനെ മന്ത്രിയാക്കിയതും ഒരു സമുദായത്തിന്റെ, ഒരു ക്രിസ്ത്യൻ സമൂഹത്തിന്റെ അവിടെ ഒരു കൂട്ടം ആ ഒരു ആൾക്കാരുടെ, ക്രിസ്ത്യൻ സമുദായത്തിന്റെ ആ ഒരു വോട്ട് പ്രതീക്ഷിച്ചാണ് ഇദ്ദേഹത്തെ അവരെ സ്ഥാനാർത്ഥിയാക്കുന്നത്. അപ്പോൾ ശിവദാസൻ നായർ എന്ന് പറയുന്ന പിന്നെ കോൺഗ്രസിന്റെ ഏറ്റവും തലമുതിർന്ന നേതാവാണ് അവിടെ ജയിച്ചുകൊണ്ടിരുന്നത്. കോൺഗ്രസിന്റെ മണ്ഡലമാണ്. അവിടെ ഈ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന് വോട്ട് ചെയ്യുന്നത് ആ സമുദായത്തിന്റെ വോട്ടാണ്. അല്ലാതെ വീണ ജോർജിന്റെ നോക്കിയല്ല വോട്ട് എന്നുള്ളത് CPM ധരിക്കുന്നുണ്ട്. കാര്യം വീണ ജോർജ് എന്ന മുഖമോ പാർട്ടി ചിഹ്നമോ അവിടെ പ്രസക്തമല്ല. ആ സമുദായം, എനിക്ക് ശരിക്കും ആ സമുദായം ഏതാണെന്ന് ചോദിച്ചാൽ അങ്ങനെ സമുദായവും ജാതിയും ഒന്നും പറയാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അവരുടെ ഭർത്താവ് ആ ഒരു സമുദായത്തിന്റെ നേതാവാണ്. അങ്ങനെ വരുമ്പോൾ പത്തനംതിട്ടയിൽ വീണ ജോർജിന്റെ പേരോ വീണ ജോർജിന്റെ പ്രവൃത്തിയോ അല്ലെങ്കിൽ വീണ ജോർജ് ഏത് പാർട്ടിയുടെ ആളെന്ന് പോലും നോക്കാതെ വോട്ട് ചെയ്യുമെന്നൊരു ധാരണ അല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു വിഡ്ഢിസ്വർഗത്തിലാണ് CPM നിൽക്കുന്നത്. അതെല്ലാം മാറും. അതൊന്നും നടക്കില്ല. അല്ല, ഇപ്പോ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്വന്തം മണ്ഡലമാണ് കോൺഗ്രസിന്റെ. പത്തനംതിട്ട കോൺഗ്രസിന് വളരെ ശക്തമായിട്ടുള്ള ഒരുപാട് നേതാക്കന്മാരുള്ള ഒരു മണ്ഡലമാണ്. കോൺഗ്രസിന് ആ രീതിയിൽ വീണ ജോർജ് മത്സരിക്കുകയാണെങ്കിൽ വീണ ജോർജിനെതിരെ ഏതൊരു പ്രതിപക്ഷ നേതാവ് നിന്ന് കഴിഞ്ഞാലും അതിനെതിരെ ഒരു കാര്യം കൂടി അതിൽ നമ്മൾ പറയണം. അതായത് പത്തനംതിട്ടയിൽ ഉദയഭാനു എന്ന് പറയുന്ന ഒരു ജില്ലാ സെക്രട്ടറി ഉണ്ടായിരുന്ന ഒരു സമയമുണ്ട്. CPM-ന്റെ, ഞാൻ അല്പം CPM രാഷ്ട്രീയം പറയുകയാണ്. ഉദയഭാനു ആയിരുന്നു നേരത്തെ സെക്രട്ടറി ആയിരുന്നത്. അപ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന മറ്റൊരു കാര്യം ഈ 5 വർഷത്തിനിടയിൽ ഉണ്ടായ ഒരു കാര്യമാണ് കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണം. നവീൻ ബാബു എന്ന് പറയുന്ന രാഷ്ട്രീയ ADM ഉദ്യോഗസ്ഥലത്തിൽ ഉയർന്ന റാങ്കിൽ നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ കുടുംബം എന്ന് പറയുന്ന അവിടുത്തെ ഏറ്റവും വലിയ CPM കുടുംബമാണ്. അദ്ദേഹത്തിന്റെ ആ അമ്മ എന്ന് പറയുന്ന ഒരു പഴയ പഞ്ചായത്ത് അംഗമായിരുന്നു. അവർക്ക് ഏതാണ്ട് 1000-1000 കൂടുതൽ വോട്ടുള്ള ഒരു CPM കുടുംബത്തിലെ അംഗം കണ്ണൂർ മരണപ്പെടുമ്പോൾ ആ മരണത്തെ സംബന്ധിച്ച് ഉണ്ടായ കോലാഹലങ്ങൾ
ഈ കെട്ടടങ്ങിയോ എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് എനിക്ക് പറയാനറിയില്ല. ആ വ്യക്തി എത്രത്തോളം പാർട്ടിയുമായി അടുത്തു നിന്ന ആളാണെന്നറിയാം. പാർട്ടിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. കാര്യം ഈ CPM ഉദ്യോഗസ്ഥ തലത്തിലൊക്കെ ഒരുപാട് ആൾക്കാർ ഈ പാർട്ടിയുമായി അടുത്ത് നിൽക്കുന്നവരുണ്ട്. എന്നിട്ട് അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം CPM എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തോട് പെരുമാറിയത് നമ്മൾ കണ്ടതല്ലേ. ഈ PP ദിവ്യയെ ഇവർ കൂടെ നിർത്തുമ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബത്തോടോ, അദ്ദേഹത്തിന്റെ കുടുംബം ഇപ്പോഴും കേസിന് പിറകെ നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മരണത്തിൽ ഇന്നും അവ്യക്തത നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ബോഡി ആ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം, അല്ലെങ്കിൽ അവിടുന്ന് ബോഡി കൊണ്ടുവരുന്നതും അതിവിടെ ദഹിപ്പിക്കുന്നതും ഇവിടുന്ന് പോകുന്നതും, അന്നത്തെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ജയരാജന്റെ സംസാരവും അതിനെ സംബന്ധിച്ച് പോലീസ് നടത്തിയ നാടകങ്ങളും ഒക്കെ ജനം പത്തനംതിട്ടക്കാരങ്ങനെ മറക്കുമെന്ന് എനിക്കല്ല. അന്ന് ഉദയഭാനു എന്ന് പറയുന്ന ജില്ലാ സെക്രട്ടറിയാണ് CPM അവിടെ ഉണ്ടായിരുന്നത്. അന്ന് ഉദയഭാനു ഈ CPM എന്തുമാത്രം ഈ പറയുന്ന CPM കണ്ണൂർ ഘടകത്തെ എത്രമാത്രം വിമർശിച്ചു എന്നറിയാമോ? കണ്ണൂർ ഘടകത്തെ അതിന്റെ പേരിൽ അദ്ദേഹത്തിന് ഈ പറയുന്ന പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിക്ക് അകത്ത് വളരെയധികം അദ്ദേഹത്തിന് കോർണർ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ രാജു എബ്രഹാമാണ് അവിടെ സെക്രട്ടറി ആയിട്ടിരിക്കുന്നത്. രാജു എബ്രഹാം ആകുമ്പോൾ രാജു എബ്രഹാം തന്നെ ഈ പറയുന്ന പോലെ വീണ സ്ഥാനാർത്ഥിയാകുമെന്നും കോന്നിയിൽ ജിനേഷ് ആകുമെന്നും ഒക്കെ ആദ്യമേ അടിച്ചു. അതും പാർട്ടി തിരുത്താൻ നോക്കി. ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, ഞാൻ ആദ്യം പറഞ്ഞത്, ഇങ്ങനെ ഈ പറയുന്ന ഒരു സമുദായത്തിനെ നോക്കി വോട്ട് ചെയ്യും എന്ന് CPM കരുതുന്നു എന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയാണ് ഈ പറയുന്ന വീണ ജോർജ് അല്ലാതെ ആറന്മുളയിൽ മറ്റേതെങ്കിലും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, വേറെ ഇഷ്ടംപോലെ. ഞാൻ ചോദിക്കട്ടെ, രാജു എബ്രഹാം തന്നെ സ്ഥാനാർത്ഥിയായാലും എന്താ കുഴപ്പം? ജില്ലാ സെക്രട്ടറിക്ക് എന്ത് സ്ഥാനാർത്ഥി ആയിക്കൂടെ? അദ്ദേഹം ഇവിടെ ഈ പറയുന്ന റാന്നിയിൽ ആയിട്ടുണ്ടല്ലോ, റാന്നി MLA ആയിരുന്നില്ലേ രാജു എബ്രഹാം? അദ്ദേഹത്തിന് നിർത്തട്ടെ. അല്ലെങ്കിൽ അവിടെ CPM ഇഷ്ടംപോലെ ആൾക്കാർ പത്തനംതിട്ടയുണ്ട്, അവർ നിർത്തട്ടെ. അപ്പൊ വീണ ജോർജ് നിന്നാൽ മാത്രമാണ് തോൽക്കുന്നത്, മറ്റേതെങ്കിലും ഒരു നേതാവ് അവിടെ പ്ലേസ്മെന്റ് ഇല്ല, എന്നാലും ജയിക്കില്ല. CPM അത്ര കണ്ട് അവമതിപ്പ് അവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ നവീൻ ബാബുവിന്റെ മരണം എന്ന് പറയുന്നത് അങ്ങനെ ഇങ്ങനെയൊന്നും ജനം മറക്കാത്തൊരു കാര്യമാണ്. അങ്ങനെ പത്തനംതിട്ട ജനം മറക്കില്ല. കാര്യം അതിന് രണ്ടു പക്ഷം CPM ഉണ്ടായി. എന്തായാലും ചേട്ടാ, വീണ ജോർജ് തന്നെയാണ് അവിടുത്തെ സ്ഥാനാർത്ഥി എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉറപ്പാണ്. വീണ ജോർജ് ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പണിയെടുക്കാൻ തയ്യാറല്ല. പാർട്ടിക്കാർ തന്നെ പറഞ്ഞു അവരെ ജയിപ്പിക്കാനോ അവർക്ക് വേണ്ടി പണിയെടുക്കാനോ ഞങ്ങൾ തയ്യാറല്ല എന്നൊരു വാക്ക് എന്നേ പാർട്ടിക്കാർ തോൽപ്പിക്കാൻ വേണ്ടി CPM തന്നെ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെ പ്രത്യക്ഷത്തിൽ നിൽക്കാൻ കഴിയില്ല. ഒരു തോൽവി ഉണ്ടായാൽ അതിന് ശവക്കുഴി തോണ്ടുന്ന പരിപാടി ഉണ്ടല്ലോ. എന്തുകൊണ്ട് തോൽവി ഉണ്ടായി എന്ന് അന്വേഷിച്ച് വരുമ്പോൾ പാവം പിടിച്ച പാർട്ടി പ്രവർത്തകർക്ക് ഉത്തരം പറയേണ്ടി വരും. കാരണം പാർട്ടിയെ ഭയമാണ് എന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം മോഹൻലാലിനോട് പറഞ്ഞു. അതുപോലെ പാർട്ടിയെ ഭയക്കുന്ന എത്രയോ പാർട്ടി പ്രവർത്തകരുടെ കേരളത്തിലുണ്ട്. ഉത്തരം കൊടുക്കേണ്ടി വരും. എന്തുകൊണ്ട് നിങ്ങൾ തോൽപ്പിച്ചു? ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണെന്ന ഭയം കൊണ്ട് വോട്ട് ചെയ്യുമെന്നല്ല. അവരിപ്പോ ഈ പറയുന്ന ഫ്ലോട്ടിംഗ് വോട്ടുണ്ടല്ലോ, അത് മാറിയാൽ പോരെ. നമ്മൾ ആദ്യം പറഞ്ഞു അരിവാളും ചുറ്റികയും നക്ഷത്രത്തിലും അല്ലെങ്കിൽ സമുദായത്തിന്റെ വോട്ടും കിട്ടിക്കോളൂ എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ധരിക്കുന്നെങ്കിൽ അത് ഉണ്ടാവാനുള്ള സാധ്യത ആറന്മുളയിൽ തീരെ കുറവാണ്. അത് CPM താഴെ ഘടകങ്ങൾ, ഇത് ബ്രാഞ്ച് ലോക്കൽ ഏരിയ ഘടകങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. വെറും വീണ ജോർജ് ഒരു പടമാണ് എന്നുള്ള കാര്യം ഏതാണ്ട് ബോധ്യമായ സ്ഥിതിക്ക് പത്തനംതിട്ടയിൽ ഇനി ഈ ആറന്മുളയിൽ, കാര്യം പത്തനംതിട്ട നമ്മൾ നോക്കുമ്പോൾ 5 മണ്ഡലങ്ങളാണ്: തിരുവല്ല, റാന്നി, അടൂര്, പിന്നെ ഈ പറയുന്ന പോലെ കോന്നിയും ആറന്മുളയാണ് CPM കയ്യിലുള്ളത്. തിരുവല്ലയിൽ മാത്യു ടി തോമസ് ആണുള്ളത്, ജനതാദളാണ്. റാന്നിയിൽ പ്രമോദ് നാരായണനുള്ളത്, മാണിക്കാനുള്ളത്, ജോസ് കെ മാണിക്കുള്ളത്. പിന്നെ അടൂര് ചിറ്റയം ഗോപകുമാർ. സ്വന്തം മണ്ഡലത്തിൽ ചിറ്റയം ഗോപകുമാർ എന്ന് പറയുന്ന ഡെപ്യൂട്ടി സ്പീക്കർ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത മഹതി എന്നാണ് അദ്ദേഹം തന്നെ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന വീണ ജോർജ്. വീണ ജോർജിന് എന്ത് രാഷ്ട്രീയ ഭാരം, ഇപ്പം വീണ ജോർജിനെ മത്സരിപ്പിക്കരുതെന്ന് എന്നേ തന്നെ CPM പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നമ്മൾ അല്പം മുമ്പ് പറഞ്ഞ പോലെ മുകളിൽ നിന്ന് കെട്ടിയിറക്കും, ഞങ്ങൾ പറയും നിങ്ങൾ കേട്ടോണം. അത് ഇത്തവണ നടക്കുമോ എന്നുള്ള കാര്യം കണ്ടു തന്നെ അറിയണം. ഉത്തരം പറയേണ്ടി വരും. ശരിയാണ്, ഉത്തരം പറയും. ഈ അണികൾ ചില കാര്യങ്ങളിൽ ചില തീരുമാനങ്ങൾ എടുക്കും. അവർ ഉത്തരം പറയേണ്ടടുത്ത് ഉത്തരം പറയും. വീണ ജോർജ് ആണ് എങ്കിൽ തോൽക്കുമെന്നുള്ള കാര്യം എത്രയോ നാൾ മുമ്പ് തന്നെ കീഴ്ഘടകത്തിലുള്ളവർ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ മുഖ്യമന്ത്രി ധരിക്കുന്നത് പോലെയോ, അല്ലെങ്കിൽ ഈ പാർട്ടി MP ഗോവിന്ദനെ തന്നെ പാർട്ടി സെക്രട്ടറി ധരിക്കുന്നത് പോലെയോ, അല്ലെങ്കിൽ ഈ പറയുന്ന രാജു എബ്രഹാം ധരിക്കുന്നത് പോലെയോ വിഡ്ഢിസ്വർഗത്തിലല്ല. അവർ കരുതുന്ന പോലെ പാർട്ടി പറയുന്നതെല്ലാം അങ്ങനെ അങ്ങ് കീഴ്ഘടകം കേൾക്കുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. വീണ ജോർജിന്റെ ജയം അതോടൊപ്പം തന്നെ നമ്മൾ നോക്കേണ്ട ഒരു വിഷയമാണ് പ്രതിപക്ഷത്തിന്റെ പ്രതിപക്ഷത്തിന്റെ VD സതീശൻ എന്ന് പറയുന്ന അവരുടെ പിന്നെ പാർട്ടി ചെയർമാൻ, UDF ചെയർമാൻ. അദ്ദേഹം മാത്രമല്ല, കോൺഗ്രസിന് അവിടെ ഒരു മുട്ടായി സ്ഥാനാർത്ഥിയെ, വീണ ജോർജിനെ എതിരിടാൻ ഒരു മുട്ടായി ആയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു കാൻഡിഡേറ്റിനെ കോൺഗ്രസ് അവിടെ കണ്ടെത്താൻ വലിയ പ്രയാസം ഉണ്ടാവില്ല. ഉറപ്പാണ് അത് കണ്ടെത്തി ഇവർക്കെതിരെ നല്ലൊരു ബദൽ അവിടെ ഉണ്ടാകും, ഉറപ്പ്. അതുകൊണ്ട് അങ്ങനെ അങ്ങ് കണ്ണുടച്ച് പാർട്ടി പ്രവർത്തകർ പോലും വീണ ജോർജിന് വോട്ട് ചെയ്യുമെന്ന് ധരിക്കാൻ നമ്മളാരും മണ്ടന്മാരില്ല.